പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ? നിങ്ങളുടെ നന്മയ്ക്ക് എതിരായി നിൽക്കുന്ന വ്യക്തികളുണ്ടോ? നിങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നവരുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, ജോലി മേഖലകളിൽ നിങ്ങൾ തെറ്റ് ചെയ്യാതെ പലപ്പോഴും നിങ്ങളെ ശത്രുക്കളായി എണ്ണി നിങ്ങളുടെ നന്മയെ മുടക്കി കളയുന്നവർ, നിങ്ങളുടെ അനുഗ്രഹം തടസ്സം നിൽക്കുന്നവർ, നിങ്ങളെ അസൂയയോടെ നോക്കുന്നവർ, പകയ്ക്കുന്നവർ, നിങ്ങളുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങളെ വെറുതെ അവർ നിങ്ങളെ പിന്തുടരുന്നവർ, നിങ്ങൾക്ക് ദ്രോഹം ആഗ്രഹിക്കുന്നവർ, നിങ്ങളുടെ നന്മയ്ക്ക് പകരം നിങ്ങൾക്ക് തിന്മ ചെയ്യുന്ന ആൾക്കാരുണ്ടോ? എങ്കിൽ അവരോട് ദൈവം സംസാരിക്കുകയാണ്. നിങ്ങളെ എന്ത് ചെയ്യും? നിങ്ങളുടെ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി നിങ്ങൾക്ക് ദൈവം സ്വസ്ഥത നൽകും. അങ്ങനെ ദൈവം ചെയ്തിട്ടുണ്ടോ? നമുക്ക് ചിന്തിക്കാം. 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു വ്യക്തിയെ കുറിച്ച് കാണുവാൻ കഴിയും. ദാവീദ് എന്ന ഉത്തമ മനുഷ്യനെ കുറിച്ച് ഇവിടെ പറയുകയാണ്. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെ മടക്കി നോക്കുക, എന്നിട്ട് രാജാവിന് സ്വസ്ഥത നൽകിയ ശേഷം ആമീൻ ഹല്ലേലൂയ തന്റെ അരമനയിൽ വസിക്കും കാലം. നോക്കുക, യഹോവ അത് ദൈവം തന്റെ ഭക്തന് ചുറ്റും നിന്ന സകല ശത്രുക്കളെയും അടക്കി എന്ത് ചെയ്തു? ദാവീദിന് ദൈവം സ്വസ്ഥത കൊടുത്തു. ആ സ്വസ്ഥത കൊടുത്തിട്ട് തന്റെ അരമനയിൽ തന്നെ വസിക്കുകയാണ്. ഇവിടെ പറയുന്നത് എന്താ? ദാവീദിന് ശത്രുക്കൾ ഉണ്ടായിരുന്നതല്ലേ? അപ്പൊ ദാവീദിന് ശത്രുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടാകില്ലേ? നിശ്ചയമായും ഒരു ദൈവ പൈതൽ എന്ത് ചെയ്യാം? ശത്രുക്കളുണ്ട്. പഴയ നിയമത്തിൽ ഹല്ലേലൂയ ശത്രു എന്ന് പറയുന്നത് വ്യക്തികളെയാണെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശത്രു എന്ന് പറയുന്നത് പിശാചിനെയാണ്. പിശാച് മനുഷ്യന്റെ ഹൃദയങ്ങളിൽ കയറി അവരെ എന്ത് ചെയ്യാ? മനുഷ്യനെ നിയന്ത്രിക്കുന്നത് പിശാച് പലപ്പോഴും നമ്മുടെ അല്ലെങ്കിൽ അനുഗ്രഹത്തിനും നമ്മുടെ സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും നമ്മുടെ ഉയർച്ചയ്ക്കും ഒക്കെ തടസ്സമായി നിൽക്കുന്ന പൈശാചിക ശക്തി മനുഷ്യരുടെ അകത്ത് കയറി നമ്മുടെ നേരെ ഹല്ലേലൂയ അവരെ എതിർത്ത് വരുമ്പോൾ നമ്മുടെ നേരെ നമ്മെ തകർത്തു കളയാൻ, കൊന്നുകളയുവാൻ, നമ്മളെ നശിപ്പിച്ചു കളയുവാൻ, നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന വ്യക്തികളെ എന്ത് ചെയ്യാ? പിശാച് കയ്യിലെടുക്കും. അങ്ങനെ അനേകം മനുഷ്യർ എന്ത് ചെയ്യുക? ഹല്ലേലൂയ പിശാചിന്റെ കയ്യിലെ ആയുധമായി മാറിയിരിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, നമുക്കറിയാം ശൗൽ എന്ന് പറയുന്ന വ്യക്തി ഹല്ലേലൂയ ദാവീദിന്റെ അമ്മായിപ്പനാണ്, മീഖലിന്റെ അപ്പനാണ്. എന്നാൽ ശൗലിന്റെ ദേഹത്ത് അശുദ്ധാത്മാവ് കയറിയപ്പോൾ അവൻ ദാവീദിനെ കൊന്നു കളയുവാൻ തീരുമാനിച്ചു. നോക്കുക, പിശാച് അകത്ത് കയറിയവൻ എന്ത് ചെയ്യും? ദൈവ പൈതലിനെ എന്ത് ചെയ്യാ? ദ്രോഹിക്കും. പിശാച് അകത്ത് കയറിയവൻ നന്മയും തിന്മയുമാണ്. തിന്മ ഉള്ളവൻ തിന്മ പ്രവർത്തിക്കുന്ന എന്ത് ചെയ്യാ? നന്മയുള്ളവനെ നേരെ എന്ത് ചെയ്യാ? ദൈവം തെരഞ്ഞെടുത്തവനെ നേരെ വിരോധം ചെയ്യുക. എന്നാൽ ദൈവം ഇവിടെ പറയുകയാണ്, യഹോവ ചുറ്റുമുള്ള ശത്രുക്കളെ അടക്കി. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ എന്ത് ചെയ്യാ? അത് സംഭവിക്കും. നിനക്ക് സ്വസ്ഥ നൽകുമെന്ന് ദൈവം പറഞ്ഞാൽ നിനക്ക് സ്വസ്ഥ നൽകും. നിനക്ക് സമാധാനം ദൈവം നൽകുമെന്നുള്ള ദൈവം നിനക്ക് സമാധാനം നൽകും. അത് ദൈവം നൽകും. കാരണം ദൈവം വാക്ക് പറഞ്ഞാൽ മാറുകയില്ല. യഹോവ നിന്റെ ചുറ്റുമുള്ള ശത്രുക്കളെ അടക്കി. കർത്താവ് ഇവിടെ രാജാവ് അതായത് ദാവീദിന് എന്ത് ചെയ്യുക? സ്വസ്ഥ നൽകി. എന്നിട്ട് ദാവീദ് അരമനയിൽ വസിക്കും കാലത്ത്. നാഥാൻ പ്രവാചകനെ ദൈവം അതായത് ദാവീദിന്റെ അടുക്കലേക്ക് അയച്ചിട്ട് പറഞ്ഞു, നീ ചെന്ന് നിന്റെ മനസ്സിലൊക്കെയും ചെയ്തുകൊള്ളു. അപ്പൊ ദൈവം ഒരുവന്റെ അകത്തുണ്ടെങ്കിൽ നീ അവൻ ചെയ്യുന്നൊക്കെയും എന്ത് ചെയ്യാ? സാധിക്കും. ഹല്ലേലൂയ. ദൈവം അവനോട് കൂടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ? അല്ലെ ദൈവം ഒരുവന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ? ദൈവമാണ് അവനിലൂടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാ? നീ മനസ്സിലുള്ളൊക്കെ എന്ത് ചെയ്യാ? ചെയ്തു കൊള്ളുക എന്ന യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, എന്റെ ജനമായ ഇസ്രായേലിനെ മേയിപ്പാൻ ഞാൻ കൽപ്പിച്ചാക്കിയ ഇസ്രായേൽ ഗോത്രങ്ങൾ ഒന്നിനോട് എനിക്കൊരു ദേവദാരു കൊണ്ട് ഒരു ആലയം പണിയാതിരിക്കുന്നത് എന്ന് ഇസ്രായേൽ മക്കളോട് ഞാൻ സഞ്ചരിച്ചു വന്ന സകല സ്ഥലങ്ങളിൽ എവിടെ വെച്ചെങ്കിലും വാക്ക് കൽപ്പിച്ചിട്ടുണ്ട്. നോക്കുക, എന്റെ ജനമായ ഇസ്രായേലിനെ മേയിപ്പാൻ. നോക്കുക, ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവാണ് ദാവീദ്. ദാവീദിനെയാണ് ദൈവം ഇസ്രായേൽ രാജാവായി തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിച്ചത്.
എന്നാൽ മനുഷ്യന്റെ വാക്കുകൾ കൊണ്ട് ഞങ്ങൾക്ക് രാജാവിനെ വേണമെന്ന് യിസ്രായേൽ ജനം ദൈവത്തോട് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്തത്? ശൗലിനെ ദൈവം രാജാവായി തിരഞ്ഞെടുക്കുന്നത്. പിന്നത്തെ രാജാവ് ശൗലിന് രാജാവ് ജനത്തിന് നേരെയും വിരോധമായി നിന്നപ്പോൾ എന്ത് ചെയ്തു? ദൈവം ഹല്ലേലൂയ ശൗലിനെ മാറ്റിയിട്ട് ദാവീദിനെ അവിടെ അഭിഷേകം ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ പറയാ ഇസ്രായേൽ കൽപ്പിച്ച അഥവാ ദൈവം തിരഞ്ഞെടുത്തവനുള്ള അധികാരമാണ് പറയുന്നത് തന്റെ മനസ്സിലൊക്കെയും ചെയ്യുവാൻ ഇടയായിത്തീരും. എന്നിട്ട് പറയുകയാണ്, എന്റെ ജനമായ ഇസ്രായേൽ നോക്കുക, ഒന്ന് എന്റെ ജനത്തെ മേയിപ്പാൻ, രണ്ട് എന്റെ ജനത്തിന് പ്രഭുവായിരിക്കാൻ ഞാൻ നിന്നെ പുൽപ്പുറത്ത് വെച്ച് ആടുകളെ നോക്കിക്കൊണ്ട് നടക്കുമ്പോൾ തന്നെ എടുത്തു. നോക്കുക, ദൈവം തിരഞ്ഞെടുത്തവന്റെ ഉള്ള യോഗ്യതകളാണ് ഇവിടെ പറയുന്നത്. മേയിപ്പാൻ, തന്റെ ജനത്തെ മേയിപ്പാൻ ദൈവം അവനെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, എന്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവായിരിക്കുവാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു എന്ന് പറയുക. എന്നിട്ട് നീ സഞ്ചരിച്ച എല്ലാവരും ഞാൻ നിന്നോട് കൂടെ ഇരുന്നു. ഹല്ലേലൂയ. നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ പേർ പോലെ ഞാൻ നിന്നെ വലുതാക്കും. നോക്കുക, ദൈവം ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ദാസനെ അല്ലെങ്കിൽ ദാസി ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവനെ ദൈവം എന്ത് പുറത്തു കൊണ്ടുവരുമ്പോൾ അവന് നേരെ നിൽക്കുന്ന പ്രതികൂലങ്ങളെ, ആ വ്യക്തികളാകട്ടെ പ്രതികൂലങ്ങളാകട്ടെ ഏത് സാഹചര്യങ്ങളാകട്ടെ, ദൈവം അവന് നേരെ നിൽക്കുന്ന അവനെ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ട് ചാടിക്കുവാൻ ശ്രമിക്കുന്ന മേഖലകളെ കർത്താവ് മാറ്റിയിട്ട് ദൈവം അവന് സ്വസ്ഥത നൽകും. സ്വസ്ഥത നൽകുക മാത്രമല്ല, നീ സഞ്ചരി എല്ലായിടത്തും ഞാൻ നിന്നോട് കൂടെ ഇരുന്നു. എന്നിട്ട് പറയാൻ നിന്റെ സകല ശത്രുക്കളെയും, ഒരു ശത്രു നല്ല പറയുന്നത്, തനിക്ക് നേരെ കടന്നു വന്ന സകല ശത്രുക്കളെയും ദൈവം ഛേദിച്ചു കളഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഭൂമിയിലുള്ള മഹാന്മാരുടെ പേർ പോലെ തന്നെ നിന്നെ ഞാൻ പേർ വലുതാക്കും. നോക്കുക, പേര് വലുതാക്കി. നമുക്കറിയാം, ദാവീദ് എന്ന് പറയുന്ന ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുളയായവൻ പുറപ്പെട്ടത് യേശുക്രിസ്തുവാന്ന് പറഞ്ഞിട്ട് ദാവീദിന്റെ സന്തതിയായി മരിച്ചുയർത്തിരിക്കുന്ന യേശുക്രിസ്തുവാണ് എന്റെ സുവിശേഷമെന്ന് അപ്പോസ്തലൻ പൗലോസ് പറയുവാൻ നമുക്ക് ദാവീദിന്റെ സന്തതിയായി യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ അല്ലെങ്കിൽ ദാവീദിന്റെ പേര് ദൈവം ചേർത്ത് വെക്കുവാനിടെ. പ്രിയരെ, ദൈവം വിളിച്ചു വാർത്തവെക്കുന്നവനെ ശത്രു എത്ര തകർത്ത് കളയുവാൻ ശ്രമിച്ചാലും, എത്ര മുടിച്ചു കളയുവാൻ ശ്രമിച്ചാലും, അവനെ നശിപ്പിച്ചു കളയുവാൻ ശ്രമിച്ചാലും, ഒരുവന്റെ മേൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം അത് പുറത്തു കൊണ്ടുവരും. ദൈവം അവന് സ്വസ്ഥത നൽകുവാൻ ഇടയാക്കും. നീ സഞ്ചരിച്ച് എല്ലായിടത്തും നോക്കുക, ദൈവത്തിന്റെ ദാസന്റെ കൂടെ ദൈവമുണ്ട്. നിങ്ങൾ സഞ്ചരിക്കുന്ന എല്ലായിടത്തും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്ന എല്ലാ ശത്രുക്കളെയും ദൈവം ഛേദിച്ചു കളയും. എന്നിട്ട് പറയുകയാണ്, നിന്റെ പേർ ഞാൻ വലുതാക്കും. നോക്കുക, എന്നിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ 11-ാം വാക്യം നാം പറയുകയാണ്, നിന്റെ സകല ശത്രുക്കളെയും ഞാൻ നിന്നെ അടക്കി. ഒന്ന് ഛേദിച്ചു കളയും എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അവരുടെ പേര് ഞാൻ ഛേദിച്ചു കളയും. രണ്ട്, ഞാൻ നിന്നെ അവരെ അടക്കും. അവരുടെ സകല ശക്തിയെയും ക്ഷയിപ്പിച്ച് അവരുടെ ഭൂമിയിൽ നിന്ന് അവരെ കൂട്ടമായി ദൈവം മാറ്റിക്കളഞ്ഞിട്ട് ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഒന്ന് ഛേദിച്ചു കളയും, അല്ലെ നശിപ്പിച്ചു കളഞ്ഞാണ്ട് അവരുടെ ബലമില്ലാതാകുവോളം ഞാൻ അവരെ കൊന്നു കളയും, അവരെ ഞാൻ നശിപ്പിച്ചു കളയും എന്ന് എന്നിട്ട് പറയാം, ദൈവം വിളിച്ചു ചേർത്തു. അതായത് ദാവീദ് ദൈവം സ്വസ്ഥത നൽകുമെന്ന്. ദാവീദ് പറഞ്ഞ നമ്മുടെ പേര് നമ്മൾ എഴുതിച്ചെടുക്കണം. എനിക്ക് ദൈവം സ്വസ്ഥത നൽകും. ഹല്ലേലൂയ. എന്റെ ശത്രുക്കളെ, എനിക്ക് നേരെ നിൽക്കുന്നവരെ ദൈവം തകർത്തു കളയും. എന്നിട്ട് എനിക്ക് സ്വസ്ഥത നൽകും. അത്ര മാത്രമല്ല, നിനക്ക് ഒരു ഗ്രഹം ഉണ്ടാക്കുമെന്ന് ഞാൻ നിന്നെ അറിയിക്കുന്നു. ഹല്ലേലൂയ. നിനക്ക് പാർക്കുവാനുള്ള ഇടം. നിന്നെ ഹല്ലേലൂയ ദേശം ഓടിച്ചു കളയുവാൻ, കുടുംബങ്ങളിൽ നിന്ന് ഓടിച്ചു കളയുവാൻ ശത്രു ഹല്ലേലൂയ പദ്ധതി ഒരുക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിന്നെ എവിടെ നിന്നാണോ ഓടിച്ചു കളയാൻ ശ്രമിക്കുന്നത് അവിടെ തന്നെ നിനക്ക് ഞാനൊരു ഗ്രഹം പണിയും. അവരുടെ നടുവിൽ ഞാൻ നിനക്ക് ഗ്രഹം പണിയും. നിന്റെ പേർ ഞാൻ വലുതാക്കും. നിന്റെ നേരെ കടന്നു വന്ന ശത്രുക്കളെ ഞാൻ അടക്കും. അവരെ ഭൂമിയിൽ ഇല്ലാതാക്കുമ്പോൾ ഞാൻ അവരെ മുടിച്ചു കളഞ്ഞ ഞാൻ അവരെ ഛേദിച്ചു കളയും. എത്ര വാഗ്ദത്തങ്ങളാ ദൈവം നൽകുന്ന പ്രിയരെ.
അതുകൊണ്ട് ഹല്ലേലൂയ അമ്മ, നിങ്ങൾക്ക് നേരെ നിൽക്കുന്ന ശത്രുക്കളെ കർത്താവ് അടക്കം. വിശ്വസിക്കാമോ? നിനക്ക് നേരെ നിൽക്കുന്ന ശത്രുവിന്റെ പോരുകളെ, അവന്റെ പദ്ധതികളെ, നിനക്ക് നേരെ അവൻ അയക്കുന്ന അമ്പുകളെ, അവന്റെ വാക്കുകളെ, നോട്ടങ്ങളെ കർത്താവിന്റെ ചിതറിച്ചു കഴിയും. നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ഒരു ഗ്രഹം പണിയും. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവ അത്ഭുതങ്ങളെ ചെയ്യും. യേശുവിൽ വിശ്വസിക്കുക, നിങ്ങൾക്ക് വേണ്ടി ദൈവ അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ പറയുകയാണ്, നിന്റെ സകല ശത്രുക്കളെയും അടക്കി ഞാൻ നിനക്ക് സ്വസ്ഥ നൽകും. ദൈവം നിങ്ങൾക്ക് സ്വസ്ഥ നൽകും. ആമേൻ.